അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ സ്റ്റൂ അല്ലെങ്കിൽ പൊട്ടറ്റോ സ്റ്റൂ എന്ന് പറയപ്പെടുന്ന സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കുക്കർ എടുക്കണം. അതിലോട്ട് നമുക്ക് 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെക്കുന്നത് കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സദ്യയിൽ വിളമ്പുന്ന സ്റ്റൂ ആയതുകൊണ്ട് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുക കേട്ടോ. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള നീളത്തിലരിഞ്ഞത്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2ാം പാല്, അതായത് തേങ്ങ പിഴിഞ്ഞതിന്റെ നല്ല കട്ടിയുള്ള പാല് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള 2ാം പാല് 1/2 ഗ്ലാസ്. ഇപ്പൊ 2ാം പാലിൽ തയ്യാറാക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒഴിവാക്കട്ടെ, അതിന് പകരം വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാകും. വീണ്ടും അതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ. ഞാനിവിടെ ഇപ്പോൾ 2 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിടും. എന്നിട്ട് പ്രഷർ എല്ലാം മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്ന് വേവട്ടെ. അപ്പം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും. പേടിക്കേ വേണ്ട. നമ്മൾ ഇതിലേക്ക് ഇനി നല്ല പാലൊഴിക്കുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ മാത്രം കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മൾ സദ്യയുടെ റെസിപ്പി ആയതുകൊണ്ട് ചെറിയ പീസസ് ഒക്കെ ഉള്ളത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞാനടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് തിളച്ചാലാണ് നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചമുളകിന്റെ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ ഈ കറിയിലോട്ട് വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റൂ ഒരു 5 മിനിറ്റോളം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് കട്ടിത്തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇത്ര മതി. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് സദ്യയിലത്തെ സ്റ്റൂ ആണ്. ഓവറായിട്ട് ലൂസ് ആവാൻ പാടില്ല. പൊടിക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കൂടാൻ വേണ്ടിയിട്ട്. ഓപ്ഷണലാണ്. ഇനി എന്താ ചെയ്യണം? അവസാനമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താ? വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. ഓഫ് ചെയ്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാം. അതിൽ പിശുക്ക് കാണിക്കരുത്. അതേപോലെ തന്നെ കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ട് അങ്ങ് അടച്ചു വെക്കുക. ആ കറിവേപ്പിലയുടെയും ആ പച്ച വെളിച്ചെണ്ണയുടെയും തേങ്ങാപ്പാലിൻ്റെ എല്ലാം കൂടിയ ഫ്ലേവർ ഇതിലോട്ടങ്ങ് ഇറങ്ങി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. കേട്ടാ, ഇതായിരിക്കും നമ്മൾ കൺസിസ്റ്റൻസി ചൂടോട് കൂടിയിട്ട്. അപ്പം എല്ലാവരും ഈ ഓണത്തിന് നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റൂ തയ്യാറാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അതേപോലെ തന്നെ വീണാസ് കറികളിലെ ബാക്കിയുള്ള റെസിപ്പീസും സദ്യ റെസിപ്പീസും ട്രൈ ചെയ്യാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.